ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആലപ്പുഴ ഒരു മരണം. എനിക്ക് അത്ര അത്യാവശ്യമുള്ളതല്ല, ഏട്ടൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അമ്മയാണ് മരിച്ചത്. അപ്പോൾ ഏട്ടന് പോയേ പറ്റൂ. നമ്മൾ പിന്നെ എന്തെങ്കിലും കാര്യം കേൾക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ. അപ്പോൾ വെളുപ്പിനെ തിരിച്ചു വേദയെ കൊണ്ടുവന്ന് നെട്ടയത്താക്കി. ഇന്നലെ ഇറങ്ങിയല്ലോ, നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ. ചായ കുടിക്കുക നിർത്തിയേക്കാണ്. പാൽക്കുളങ്ങര എത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴേ ഈ ഒരു അമ്പലവും ഇവിടുത്തെ ഒരു ചായക്കടയും നോക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്പലത്തിൽ കയറുന്നില്ല, ചായക്കടയിൽ കയറാം. കഴിഞ്ഞ് നമ്മൾ പോയപ്പോഴേ ഈ ചായക്കടയിൽ കണ്ടു, പക്ഷെ കാറങ്ങ് പാസ് ചെയ്ത് പോയതുകൊണ്ട് കയറാൻ പറ്റില്ല. പക്ഷെ ഇന്നിപ്പോൾ നോക്കി വന്നു, നല്ല രസമുണ്ട് കേട്ടോ. എന്ത് സാധനം ഉഴുന്നൂടെ വെട്ടേക്കും. ഇതെന്ത് ചേട്ടാ? ഉഴുന്നൂടെ അൽബൂരിയ മധുരമുള്ള സാധന. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ചായ, ഒരു കട്ടൻ ചായയും ഒരു ചായ. രാവിലെ എന്താ കൊല്ലത്ത് മാത്രം കണ്ടുവരുന്ന സാധനമാണോ? കൊല്ലത്ത് എല്ലായിടത്തും ഉണ്ടോ? അത് ഇവിടെ മാത്രമുള്ള സ്പെഷ്യലാണോ? നമ്മുടെ ട്രിവാൻഡ്രമാണ് ഇവിടെ, അവിടെ ഇല്ല. മൈദയിലാണോ? ഒരു കട്ടൻ ചായ, ഒരു ചായ, ഒരു സ്ട്രോങ് ചായ, ഒരു കട്ടൻ ചായ. ഇതും വെട്ടുകേക്കിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചേട്ടാ ഒരു വെട്ടുകേക്ക് കൂടെ തരണേ. വെട്ടുകേക്ക് കൂടെ. എടുക്കട്ടാ പറഞ്ഞോ? എടുക്കട്ടാ? എടുക്ക. കൊല്ലം വെട്ടുകേക്കിനൊക്കെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. കൊള്ളാം. തിരുവനന്തപുരം. അവിടെ നമ്മൾ ഇന്നാള് പോയായിരുന്നു. കഴിയാന് പോയി. ഒറിജിനൽ എഴുത്താൻ കടയൊക്കെ അതിന്റെ എപ്പുറത്തെ കടയിലാണ് കയറിയത്. അവരുടെ ബിൽഡിംഗ്, അടുത്ത ബിൽഡിങ്ങിലാണ് കയറിയത്. ചേട്ടൻ വേറൊരു കടയ്ക്ക് പ്രൊമോഷൻ കൊടുക്കണണ്ട, അതാണ്. എനിക്ക് ചായ വേണ്ട. ഓ, എന്റെ ഫാൻസിനെ തിരിച്ചറിഞ്ഞു. അമ്പലം ബാക്ക്ഗ്രൗണ്ട് ഒന്നാണ് അങ്ങനെ. അന്തസ്. രാവിലെ ഇനി കാപ്പി എങ്ങനെ കുടിക്കും? ഇന്നത്തെ വീഡിയോ മിക്കവാറും തീറ്റി വീഡിയോ ആയിരിക്കും. എന്തായാലും മരണ വീടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഈ കട, നമ്മൾ ചില കടകളിൽ സാധനം ടേസ്റ്റിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ അടുക്കി വെച്ചിരുന്ന് കണ്ട് ഭംഗി തോന്നിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ സാധനം കൊള്ളാം. മറ്റേ സാധനത്തിന്റെ പേരെന്തോന്നു? എന്തോന്നോ ബുർഗണ്ടിന്ന്. സാധനത്തിന്റെ പേര് കഴിച്ച എന്തോ ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞിട്ടോ. കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. വെട്ടേക്കും കൊള്ളായിരുന്നു. രാവിലെ ചായ കുടിച്ചാൽ ശരിയാവൂല കേട്ടാ. എനിക്ക് വയറ് നിറഞ്ഞിരുന്നാല് വണ്ടിയിലിരിക്കുമ്പോൾ വല്ലാതെ വരും. പിന്നീട് കുഴപ്പമില്ല, രാവിലത്തെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കുകയാണ്. കട്ടൻ ചായ സാധനം കഴിച്ചുകൊണ്ടാണ് കുടിച്ചല്ലേ, അത് കുടിക്കില്ല. എത്ര കേട്ടാ? പൊതിച്ചോറ്, ദോശ, പൊറോട്ട, മുട്ടക്കറി, ഇടിയപ്പം, എല്ലാ സാധനവും രാവിലെ തുറക്കൂല്ലേ? എൻ്റെ അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ്. പോട്ടെ. നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് വരുമ്പോൾ പാൽക്കുളങ്ങര കേട്ടോ. ഒരു അമ്പലത്തിനോട് ചേർന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ. ചേട്ടൻ നല്ല സ്നേഹമുള്ള ചേട്ടൻ. അമ്പലത്തിൽ പൂജ നടക്കുന്ന സമയം. അപ്പം എന്തായാലും നമുക്ക്
ആലപ്പുഴ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടൊക്കെ അവിടെ എത്തത്തുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ. ഒരു ഉറക്കമൊക്കെ ഇറങ്ങി വീട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ വന്നേന്ന്. വണ്ടി കിടന്ന് സുഖമായിട്ട് ഇറങ്ങിയപ്പോൾ അതൊക്കെ പോയി. ഞാൻ ഡ്രൈവ് ചെയ്യട്ടാ, പോവാം. കയറിക്കൂടാ, അമ്പലത്തിൽ കയറാത്തുണ്ടെന്ന്. സോ ഗൈസ്, എനിക്കിന്ന് കാറ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഈ വീട് മരണ വീട് അങ്ങ് ചേർത്തല കഴിഞ്ഞിട്ടാണെന്ന് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എറണാകുളം അടുത്ത് എത്താറായി. അല്ല, ഇപ്പം ആയില്ല. ഇപ്പം എവിടെ എത്തി? ചേപ്പാടെത്തി. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുള്ളൂ കേട്ടോ. എനിക്ക് പൊറോട്ടയും മുട്ടക്കറിയും മതി. ഞാൻ മെയിൻലി ചാടി ഇറങ്ങിയതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക. ഫുഡല്ല, ആദ്യം വീഡിയോ എടുക്കുക. നമുക്ക് ഇന്നത്തേക്കുള്ളൊരു വീഡിയോ ആയല്ലോ. മീൻസ് മരണ വീട്ടിൽ പോകണ അല്ല വീഡിയോ, നമുക്ക് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആയല്ലോ. പിന്നെ സെക്കൻഡ് തിങ്, പുതിയ പുതിയ ടേസ്റ്റുകൾ പരീക്ഷിക്കുക, ഓരോ നാടിൻ്റെ ടേസ്റ്റ് അറിയുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴേ മുട്ടക്കറിയും പൊറോട്ടയും കഴിക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അന്ന് കിട്ടിയില്ല. അന്ന് ഗീ റോസ്റ്റാണ് കിട്ടിയത്. എന്ന് പറ്റുമെങ്കിൽ പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കണം. അപ്പോൾ അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ എറണാകുളത്ത് ഒരു കട നോക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പോയി എനിക്ക് ബിരിയാണി കഴിക്കണം. എന്തായാലും നമ്മൾ ചേർത്തല വരെ പോവേയില്ലേ, അപ്പോൾ പിന്നെ എന്തായാലും എറണാകുളത്ത് പോയി ആ ബിരിയാണി കടയിൽ കയറി കഴിച്ചിട്ട് വരാം. സാധാരണ എനിക്ക് റോഡുകളൊന്നും ഓടിക്കാൻ കിട്ടുന്നതല്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചെറിയൊരു സർജറി കഴിഞ്ഞതുകൊണ്ട് ഉള്ള റെസ്റ്റിന് വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ, അല്ലാതെ അല്ല. ഇപ്പം വാങ്ങിക്കും. എനിക്ക് വലിയ താല്പര്യമില്ല ഡ്രൈവിങ്ങിനോട്. കുറച്ചൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ ഓടിക്കുമെന്നല്ലാതെ എനിക്ക് എങ്ങനെ ലോങ് ഒന്നും ഓടിക്കാൻ ഇഷ്ടമേ അല്ല. ഡ്രൈവിങ് ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ. ഏട്ടൻ നേരെ ഓപ്പോസിറ്റ്. എത്ര ദൂരം വേണം ഇരുന്ന് ഓടിച്ചോളും കേട്ടോ. ഇനി നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ NH വഴിയാണെങ്കിലും MC റോഡ് അല്ലേ, MC റോഡ് വഴിയൊക്കെ പോവുകയാണെങ്കിലും അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ഭക്ഷണം, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുന്ന കടകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ അവിടെ കയറി നമുക്ക് കഴിക്കാം. അപ്പോൾ ഏതേ വിളിച്ചപ്പോഴും അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. നമുക്കിതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. അതങ്ങനെ ഒരു ജന്മം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ കൊണ്ടുവരില്ലായിരുന്നു, നമ്മൾ മരണ വീട്ടിൽ പോകുന്നതുകൊണ്ട് കൊണ്ടുവരില്ലായിരുന്നു. അല്ലെങ്കിലും വിളിച്ചാൽ അവൾ വരത്തില്ല. തുടങ്ങിയല്ലോ, രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാമെന്ന്, ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് സ്റ്റോക്ക് വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കൊരു വീഡിയോ കൂടി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഏട്ടനോട് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി എടുക്കാൻ നിന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വേദയുടെ ക്ലാസ്, ട്യൂഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂർ എങ്ങനെ പോയാലും നമുക്കൊരു 3 days വേണം. ഒരു ദിവസം അങ്ങോട്ടേക്ക് യാത്ര, ഒരു ദിവസം അവിടുത്തെ ഷോപ്പിംഗ്, അടുത്ത ദിവസം യാത്ര. അപ്പോൾ 3 ദിവസം ഉണ്ട്. 3 ദിവസം വേദയുടെ ക്ലാസ്, ട്യൂഷൻ എല്ലാം കൂടെ ആകെ പണി പാടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കരുതി സ്റ്റോക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ്, മെറ്റീരിയലിലൊന്നും ഒരു കോംപ്രമൈസും പാടില്ല എന്ന് പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തിരിച്ച് റിട്ടേൺ അയക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതിൽ അവർ അയച്ചു കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും പോയൊന്നും എടുക്കത്തില്ല. പക്ഷെ നമുക്ക് അത്രയും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, കാരണം നമ്മൾ എടുക്കുന്ന സാധനം നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അത് അത്രയും മോശമൊന്നും പറയാതിരിക്കാൻ വേണ്ടി പോയി എടുക്കുമ്പോൾ അത്രയും നല്ലത് നമുക്ക് നോക്കിയെടുക്കാം. മറ്റേത് ഭംഗിയുണ്ട്, ചിലപ്പോൾ വരുമ്പോൾ കൊള്ളത്തില്ലായിരിക്കും. ഇതുവരെയും നമ്മൾ അയച്ചു കൊടുത്ത ഒരു പ്രോഡക്റ്റിനും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിന്നപ്പോഴാണ് പിന്നെ വേദയുടെ ഈ ഒരു കാര്യം കൊണ്ട് ഞാനങ്ങ് മടിച്ചു. അപ്പോൾ അവർ എഗ്രി ചെയ്ത് എന്ത് മെറ്റീരിയൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചയച്ചാൽ മതി, അത് ഓക്കെ ആക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രാവശ്യം അങ്ങനെ എടുത്ത് നോക്കാമെന്ന് എഴുതി. നെക്സ്റ്റ് ടൈം ബാംഗ്ലൂർ പോയി എടുക്കാമെന്ന് എഴുതി. അപ്പോൾ നമ്മൾ വീടെത്തുമ്പോൾ സാധനം അവിടെ എത്തും. സാധനം അതിന് മുന്നേ എത്തും കേട്ടോ. ഇപ്പം നമുക്ക് ഫോണിൽ ഭയങ്കര കൂക്കു കൂക്കു അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8 മണിയായി. 9 മറ്റേ 8 കഴിച്ചുകൊണ്ട് അധികം വിശപ്പില്ല. 9-9:30 ആകുമ്പോൾ നമ്മളവിടെ എത്തുമായിരിക്കും അല്ലേ. എത്താനും മുമ്പേ എവിടെയെങ്കിലും ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. ഇവിടെ ഒരു സ്കൂളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ചേർത്തലയായെന്ന് തോന്നുന്നു. ഫുഡ് കൂടെ കഴിച്ചതിന് സമാധാനമായി. കടകൾ നോക്കി നോക്കി അറ്റം വരെ ആയി. വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ഇടയ്ക്ക് കണ്ട് വെജിറ്റേറിയൻ വേണ്ടാന്ന് എഴുതി.
വഴിയോരത്തൊക്കെ നിറയെ മീനൊക്കെ വലയിൽ പിടിച്ചുകൊണ്ടുവന്നു. കുഞ്ഞു മീൻ, കൊഞ്ചാണെന്ന് തോന്നുന്നത്, കൊഞ്ച്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട്. എവിടെ? അവിടെ നടച്ച് അങ്ങ് അകത്തെവിടെയാണ്. മണി 9:15. ഇതുവരെ ഒരു കട കണ്ട് ഒന്നും നിർത്താനും പറ്റൂല. ഒരു ചെറിയ കട കണ്ടു കേട്ടോ. ചെറിയ കടകളിൽ നല്ല ഭക്ഷണം കിട്ടും. ഇറക്കി നോക്കാം. നല്ല വിറവടുപ്പിൽ പുകയൊക്കെ വരണം. അപ്പം നല്ല ഭക്ഷണമായിരിക്കാം. പൊറോട്ട അടിക്കണം. വലിയ കടയിൽ കയറി അത്രയും ടേസ്റ്റ് കാണില്ല. പൊറോട്ട ഉണ്ട്. ഗൈസ്, ഇവിടെ പൊറോട്ട ഉണ്ട്. വെജിറ്റേറിയൻ കട കേട്ടോ. മുട്ടക്കറിയില്ല. എനിക്ക് ആക്ച്വലി മുട്ട വേണ്ട, ഉള്ളിക്കറി മതിയായിരുന്നു. ഞാൻ പറഞ്ഞു കടലക്കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി കടലക്കറിയും കൂട്ടി കഴിക്കാമെന്ന് കരുതി മൈക്ക് ഓണാന്ന് നോക്കിയതാണേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞില്ല, ഉള്ളിക്കറി ഉള്ളിടത്ത് തന്നെ ഇറങ്ങി കഴിക്കാം, അങ്ങോട്ട് പോവാൻ ഞാൻ കാറെടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. പിന്നെ എവിടെയെങ്കിലും പോട്ട്. ഇതാണ് ഗൈസ് കൃപാസനം കേട്ടോ. അതാണ് ഇവിടെ എത്ര തിരക്ക്. ഇത് മറ്റേ ക്രിസ്ത്യൻസിൻ്റെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്ന സ്ഥലം എന്നാണ് പറയണത്. അവസാനം കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും കോഫി ഹൗസിൽ വന്നു. ഇവിടെ ഇനിയും മറ്റേ ബീട്രൂട്ടിട്ട മസാല ദോശ തന്നെ എന്തോ. ഇവിടെ കോഫി ഹൗസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക്. കോഫി ഹൗസ് ഒന്ന് കൃപാസനം ഉള്ളതുകൊണ്ടാണ് ഇത്ര തിരക്ക്. പ്രാർത്ഥിക്കാൻ വരുന്നവർ നല്ല മണമൊക്കെ പറഞ്ഞു. ഇവിടെ എന്തായാലും ഉള്ളത് കഴിക്കാൻ നമുക്ക്. പൊറോട്ട ഉണ്ട്, മുട്ടക്കറിയും കാണും. മുട്ടക്കറി, ഉള്ളിക്കറി മതി, ഇനി മുട്ട വേണ്ട. എന്തുള്ള കറി? മുട്ടക്കറി, നീ മുട്ട വേണമെന്നില്ലേ? മുട്ട പ്രോട്ടീൻ തന്നെ, കുഴപ്പമില്ല കഴിക്കാം. കോഫി ഹൗസാണ് നല്ല. ഇവിടെ ആരൊക്കെ പൂരിയൊക്കെ കഴിക്കണ കയറുന്നത്. അപ്പോൾ ബീട്രൂട്ട്, എല്ലാത്തിലും ബീട്രൂട്ട് തന്നെ കളി. മുട്ടക്കറിയിലും ബീട്രൂട്ട് തന്നെ എന്തോ. ഇവിടെ മസാല ദോശയിൽ വരെ ബീട്രൂട്ട് ഇടും. കോഫി ഹൗസ് ഓരോ കോഫിയും കുടിക്കാം. നമ്മുടെ പൊറോട്ടയും എടുത്തൂടെ? കൊള്ളാം. പൊറോട്ട നോക്കും. നമ്മളറിയില്ലോനെ. ഒരു പൊറോട്ട മതിയായിരുന്നു. ഒരെണ്ണം കഴിക്കുമോ? അവിടെ നിന്ന് എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് പോവാം. കൊള്ളാം. കണ്ട് കോഫി പറഞ്ഞേ. കോഫി പോരാ. ഫുഡ് അത്ര ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഓക്കെ. വലിയ പ്രതീക്ഷയോടെ കയറിയതാണ്. കോഫിയൊന്നും കൊള്ളില്ല. ഇതെത്ര രൂപ? ഫുഡ് കഴിച്ചു. വേണ്ട കേട്ടോ, വലിയ പ്രതീക്ഷയോടെ കയറിയതാണ്. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. കോഫി ഒട്ടും കൊള്ളൂല കേട്ടോ. ഇനി നമ്മൾ മരണ വീട്ടിൽ പോവാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് കാണാം. ഇത് കേട്ടോ കൃപാസനം. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കേട്ടിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ ഭയങ്കര തിരക്ക്. ഇനി വരുമ്പോൾ ഒരിക്കൽ ഇവിടെ നമുക്ക് ഇവിടെ ഇറങ്ങണം. അപ്പോൾ ഇനി മരണ വീട്ടിലേക്ക് പോവാവേ. അവിടെ മരണ വീട്ടിൽ കയറി കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നു ഇറങ്ങി.
ആർത്തിങ്കൾ ചർച്ചില്ല അതിനടുത്താട്ടോ വീട്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നമ്മുടെ അൽസാജ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഇല്ല, അവിടെ കുറേ നാളായിട്ട് പോകണമെന്ന് കരുതുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോഴൊക്കെ നമുക്കിവിടെ കയറി കഴിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ. കുറേ പട്ടികളൊക്കെ കിടക്കുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ നല്ല ഇത് കടലിൻ്റെ തീരമല്ലേ ഇവിടെ ഫുൾ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. നമ്മൾ നേരെ അൽസാജ് കിച്ചണിലേക്ക് പോവുകയാണ്. 1 മണിക്കൂർ യാത്രയുണ്ടല്ലേ ഇവിടെ നിന്ന് എറണാകുളം. അപ്പോൾ പോയി അവിടെ നിന്ന് നമുക്ക് ലഞ്ചും ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ആലപ്പുഴയുടെ ഏറ്റവും മീൻസ് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം, എനിക്ക് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ആലപ്പുഴ കേട്ടോ. നമുക്ക് എന്ത് രസമാണ്, തനി ഒരു നാട്ടുപ്രദേശം. വെള്ളം കയറിയാൽ തീർന്ന്, അത് വേറെ കാര്യം. നമ്മളൊരു ബീച്ച് സൈഡിൽ കൂടെയാണ് പോണത്, ബീച്ച് റോഡാണിത്. നിറയെ മരങ്ങളും കുഞ്ഞു കുഞ്ഞു വീടുകളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ നിറഞ്ഞ ഒരു കുഞ്ഞു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ ബീച്ചിൻ്റെ നടുക്കൂടെ പോവാണ് ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ മാപ്പിൽ അതുപോലെയൊക്കെ ഏതാണ്ട് കാണിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് കടലിൻ്റെ നടുക്ക്. ആ പാലമായിരിക്കും കേട്ടോ. ഞാൻ കരുതി തിരയൊക്കെ വന്ന് ഇങ്ങനെ വണ്ടിയിലടിക്കുന്ന ഒരു ഇതായിരിക്കും. പാലമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് മറ്റേ കായലും കടലും പോലെയാണ്. അത് തന്നെ. താഴെ കണ്ട കാണാൻ പോകുന്നതോ കണ്ട നമ്മളെ വിഴിഞ്ഞ വേളി പോലെ. അപ്പുറത്ത് കടലാണ്. അതേ അവിടെ കടലും കണ്ടോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉദ്ദേശിച്ച സാധനം തന്നെ. ലെഫ്റ്റ് നമ്മൾ കയറി ആദ്യം കാണിച്ച പാലം തേതാട്ടോ. ഇപ്പോൾ വേറൊരു പാലത്തിൽ കൂടെ കയറി നമ്മൾ വേറെ അങ്ങോട്ട് പോവുകയാണേ. നമ്മളിപ്പോൾ എറണാകുളം മാപ്പാണ് ഇട്ടേക്കുന്നത്. അൽസാജ് കിച്ചൺ അങ്ങോട്ടേക്കുള്ള റോഡാണ് ഇത്. അവിടെ കടല്, ഇത് കായലാ. കായലും കടലും കൂടെ ചേർന്ന് നമ്മളെ വേളി പോലെ. എൻ്റെ അമ്മോ, നമ്മളിങ്ങനെ ഇതുവഴി പോയപ്പോഴേ ഉണക്കമീൻ കണ്ടു കേട്ടോ. ഇവിടെ ഉണക്കുന്നതാണെന്ന് തോന്നണം. അങ്ങനെ നമ്മളൊന്ന് കാറ് നിർത്തി ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ഉണക്കണതാ ചേട്ടാ? ഇവിടെ ഉണക്കണതാ? ഇതെന്താ ഉണക്ക? കായല്ലത് ബ്രാൽ. അതെന്താ സാധനം? ഇതെന്തോന്ന്? ഇതെങ്ങനെ? എന്താ എങ്ങനാ? ഇതെന്തോന്ന്? ചെറുതല്ലേ? കുമ്പളങ്ങ നൈറ്റ്സ്. അപ്പുറം അല്ലേ ഇത്? ഷാൽപ്പുറം. അതെങ്ങനെ? എവിടെ? ഓ, ആ തട്ടിയിട്ടുണക്കോ അല്ലേ? ശരി ശരി. നമുക്ക് ചേട്ടാ നമ്മളെ ഈ സ്രാവൊന്നും ഉണക്കാതെ നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടൂല. വച്ച് കഴിച്ചിട്ടില്ല, അറിഞ്ഞൂടെ എങ്ങനെയൊന്നും. ഉണക്കമീൻ ഇഷ്ടമാണ്, പക്ഷെ ഈ വക സാധനങ്ങൾ ആണോ നമ്മള് വച്ചിട്ടില്ല, അതുകൊണ്ട് വേണ്ട. ഞാൻ കരുതിയത് എന്തെന്നറിയോ, സത്യമായിട്ടോടെ ഉണക്കമീൻ ഉണക്കാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ ഉണക്കി പാക്കറ്റിലാക്കി വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ അവിടെ കിട്ടുന്ന ഉണക്കമീനൊന്നുമില്ല കേട്ടോ. ഈ സ്രാവും ഇതൊക്കെയാണ്. സ്രാവൊക്കെ ഏട്ടൻ്റെ അച്ഛനൊക്കെ അവർ അടിമാലിയിലൊക്കെ ശരിക്കും സ്രാവ് ഉണക്കമീനൊക്കെ അവർ വച്ച് കഴിക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്നും വെച്ചാൽ ആ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. തോപ്പുംപടി വന്നിട്ട് ഹാർബർ പാലം വഴിയൊക്കെ പോവുക കേട്ടോ. കൊള്ളാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതേ. നമ്മൾ ഈ എറണാകുളമൊക്കെ വല്ലപ്പുഴ വന്ന് പോകുന്ന സ്ഥലമല്ലേ, അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം. ഇതിന്റെ അപ്പുറ സൈഡിൽ കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലേ. നമ്മൾ എറണാകുളം കഴിഞ്ഞ പ്രാവശ്യം പോയത് ഈ സൈഡിൽ കൂടെയാണ്, ആ പാലത്തിൽ കൂടെ. ഇന്നിപ്പോ ഈ പാലം, അത് പുതിയ പാലം, ഇത് പഴയ പാലം അല്ലേ. ഇത് ബ്രിട്ടീഷുകാരുടെ പാലമാണ്, കണ്ടവരുണ്ടാക്കിയതാണ്. അതൊക്കെ എൻ്റെ അറിവാണേ, ഒന്നും കേട്ടാരും പഠിക്കരുത്. അല്ലാണ് അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതാണ്, കാണാൻ പറഞ്ഞൂടെ. അപ്പൊ നമുക്ക് ഊഹിക്കാം ബ്രിട്ടീഷുകാരുടെ ആണ്. നമ്മളിതേ അൽസാജ് കിച്ചണിലേക്ക് പോവാണ്.
ഞാൻ ഉദ്ദേശിച്ച കട തന്നെയാണോ ഇതെന്ന് അറിയത്തില്ല. ഓ, ഹയാത്ത് ഇതാണ്ട് അവിടെയാണ്. നമുക്ക് ബോട്ടൊക്കെ കിടക്കുന്നത്. ക്രൂയിസ് ഡിന്നറിന് പോയാലോ? ഹയാത്ത് ദേ അത്. ഗ്രാൻഡ് ഹയാത്ത് അതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡോ ഫ്രണ്ട് സൈഡ്? ഇവിടെയാണ് ബോൾഗാട്ടി പാലസ്. അവിടെ ബോർഡ് വെച്ചിരിക്കണം 1 കിലോമീറ്റർ. നമ്മുടെ മൈ ബോസ് ഫിലിമിലുണ്ടായിരുന്ന ബോൾഗാട്ടി പാലസ്. ഞാൻ ഉദ്ദേശിച്ച കട ഇത് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ അവരുടെ വേറെയും ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. വല്ലതും ഉണ്ടോ 4 മണിയായി. ആ മീനൊക്കെ നോക്ക്. എവിടെ ഇരിക്കാൻ? ഇവിടെ ഇരിക്കട്ടാ. അവിടെ ആൾക്കാർ വരും. ഞാൻ കൈ കഴുകിയിട്ട് വരും. വിശന്നിട്ട് വയ്യ സത്യം. എന്താ ഇവിടെ ചട്ടിച്ചോറൊക്കെ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ആ, ഈ പുള്ളിയെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവർക്ക് വേറെയും ബ്രാഞ്ചസ് ഉണ്ട്. പാൽക്കപ്പ ബീഫ് റിബ് കല്യാണ ചോറ് പിന്നെ പോത്തുംകാരി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടാണ്. കല്യാണ ചോറ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയോ? ഗീ റൈസ് തന്നെയാണ്. അതായത് ഫ്രൈ കറി, സലാഡ്, പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ, ചിക്കൻ ഉണ്ടാക്കണം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഓ, ബീഫ് കാലം എന്ന് പറഞ്ഞാൽ പോത്തുംകാരി. ആ, പോത്തുംകാല്. അത് ഗ്രേവി. പിന്നെ കാലായിട്ട് ഈ പോണൊക്കെ വലിയ പോണ്. അതിൻ്റെ കൂടെ രണ്ടു പേർക്ക് പറ്റില്ല, ഒരുപാട് പേര് വേണം അല്ലേ? 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഓ, 10 നൈസ് പത്തിരി 600 കൊടുക്കാം. നിങ്ങൾക്ക് ചട്ടിച്ചോറൊക്കെ ഇല്ലേ? എന്താ വേണം? എനിക്കൊരു കല്യാണ ബിരിയാണി പറയാം. കല്യാണ ബിരിയാണി. പിന്നെ വേറെ പാൽക്കപ്പ ബീഫ് റിബ് വേണോ? പാൽക്കപ്പ ബീഫ് റിബ്. ഒരു പാൽക്കപ്പയും ബീഫ് റിബും ഒരു കല്യാണ ചോറ്. പെട്ടെന്ന് കിട്ടുമോ? വിശന്ന് ചട്ടിച്ചോറ് അവർ നേരത്തെ പറഞ്ഞു ഓൾറെഡി എന്താണ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് കിട്ടിയേട്ടാ. ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചട്ടിച്ചോറ് കഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇല്ല, കഴിഞ്ഞു പോയെന്ന്. ഒരെണ്ണം കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടാകുന്നോ? ഒരു ചട്ടിച്ചോറ്, ഒരു ചട്ടിച്ചോറ് കിട്ടാൻ വഴിയില്ല? ഫോണ് ചാർജിടാൻ വന്നത്. അതിലും കഴിയാറേ ചാർജ് ഇല്ല. കഴിക്കാൻ നേരം ചാർജില്ല. ചട്ടിച്ചോറ് ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. എക്സ്ട്രാ വരുന്നതല്ലേ? വേണോ? എല്ലാം കൂടെ അങ്ങനെ കഴിക്കും? അല്ലെങ്കിൽ അതിങ്ങനെ ഒന്ന് ക്യാൻസൽ ചെയ്യണം? ഞാൻ കല്യാണ ചോറ് പറഞ്ഞ് അതിനോടെ കഴിക്കോ? ക്വാണ്ടിറ്റി കാണില്ലേ? ഇവിടെ അല്ല, ബീഫിന്റെ കാലുണ്ടെന്നേ. അതെന്താ ഹമൂറാണോ? ആ, എവിടെ നിന്ന് മേടിച്ചു കൊടുത്തത്? ഓ, ആ, എന്താ? ശരി ശരി. അതെന്ത് മീനാ? ഇതിലെല്ലാ ഡിഷസും ഉണ്ട്. എക്സ്ട്രാ ഇല്ലാത്തത്? ശരി. മീൻ വറുത്തത് കൊള്ളാം. മീൻ വറുത്തത് കൊള്ളാം. എന്തോന്നു? നെത്തോലി. ഉണക്കമീനാണ്. വെണ്ടയ്ക്ക തോരനാ. ചിക്കനാണോ തോന്നുന്നത്?
എന്താന്നാ മീൻ വറുത്തത്, ചമ്മന്തി, ചെമ്മീൻ. എന്നും ബിരിയാണി അല്ലേ കഴിക്കണം, ഒരു ചേഞ്ച്. കൂന്തല് കൊള്ളാം. മീനും ചൂരയായിരിക്കും, ചൂരയല്ല. സൂപ്പർ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. നമ്മൾ അപ്പുറത്ത് അയാളെ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടേ. അപ്പോൾ അയാൾ പറയും കുറച്ച് തരാമെന്ന്. ഇത് ആക്ച്വലി ചട്ടിയിലിട്ട് വേണം കഴിക്കാൻ. ഞാൻ ആഡിന് കുറച്ച് മാറ്റിയിട്ട് എന്തോ സാധനം എന്ന് അവരോട് ചോദിച്ചു നോക്കണം. ചിക്കനാണോ ഫിഷാണോ? ചമ്പാവരി ചോറൂടെ ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അയ്യോ വേണ്ട വേണ്ട, താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ വേണ്ട. നോ, അത്രയും നമുക്കും നമ്മളെ കൊതി വിടണം എന്നും പറഞ്ഞായിരിക്കും. അത് നമ്മുടെ ടേസ്റ്റ് അല്ല. ഇവിടെ ഇരിക്കട്ടെ, എടുത്തത് വേണ്ട. അവിടെ ഇരിക്കട്ടെ. ഇത് ഏട്ടനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം കഴിക്കാൻ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിപ്പം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചാൽ സൂപ്പർ. ഇതിൽ വെണ്ടയ്ക്ക മാത്രം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഏട്ടൻ തിന്നോ? ബാക്കിയെല്ലാം കൊള്ളാം കേട്ടോ. ബിരിയാണി അല്ലേ എന്നും കഴിക്കുന്നത്, ചേഞ്ച്. സത്യം പറഞ്ഞ കടകളിലെ ഊണ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബിരിയാണി കഴിക്കുന്നത്. പക്ഷെ ഇത് ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അവരത്. അത് ഫിഷ് ഒലത്താണ്. ഞാൻ കരുതി ചിക്കൻ ഫ്രൈയോ മീൻ ഫ്രൈയോ ആയിരിക്കും, പക്ഷെ രണ്ടുമല്ല, ഒലത്താണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തു എങ്കിലേ നടക്കൂ. ഇതിന് വേണ്ടിയാണ് ഇവിടം വരെ വന്നത്, ഈ കടയിൽ വന്ന് കഴിക്കാൻ. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആ ഫോൺ അവിടെ വെച്ചിട്ട് കഴിയാതെ പിന്നീട് എടുക്കാതെ. പാൽക്കപ്പയും ബീഫ് റിബും. ഒരു വേസ്റ്റ് ഇടാൻ ഇവിടെ ഫോട്ടോ എടുത്തിട്ട് കഴിക്കാം. ഫോട്ടോ എടുത്തിട്ട് കഴിക്കാം. ഇത് ആക്ച്വലി ഏട്ടൻ വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ നോക്ക്, എന്ത് ഭംഗിയെന്ന്. ചൂടായിരിക്കും. അടിപൊളി. എനിക്കിതെല്ലാം കൂടെ പറ്റൂല. റിബ് എന്ന് പറയണത് മറ്റേ എല്ലിൻ്റെ ഭാഗമല്ലേ? ഇതും കൊള്ളാം. ഇവരെ കല്യാണ ബിരിയാണി കഴിക്കാൻ പറ്റിയില്ലല്ലോ. കല്യാണ ബിരിയാണി എടുക്കാൻ പറ്റില്ല, പറ്റൂല, കളയും. വേണ്ട, കുഴപ്പമില്ല, മതി മതി, കഴിയും. പാവ ഏട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടെ. 4:30 മണിയായി. എന്തായാലും സൂപ്പർ ഫുഡ്. കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഏട്ടൻ കഴിച്ചില്ല, എന്താ അതുപോലെ ഇരിക്കും. ബീഫ് മാത്രം കഴിച്ചു. നല്ലതായിരുന്നു. ആ
ഐ ആം ശ്രീകുട്ടി അല്ല മീ ശ്രീകുട്ടി. എൻ്റെ ഒമാൻ ഫ്രണ്ട്സ് അവർ നമുക്ക് ഫിഷൊക്കെ തന്നു കേട്ടോ. അവരൊന്നും കഴിച്ചില്ല. ഞാൻ കഴിച്ച് സമയം 4 മണിയായി നമ്മൾ കഴിച്ചപ്പോൾ. 2 കെട്ട സമയമായിപ്പോൾ. അതുകൊണ്ട് ഞാൻ കഴിച്ചു, ചേട്ടൻ കഴിച്ചില്ല. കൊള്ളാം. കപ്പയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഴിച്ചു. എൻ്റെ ചട്ടിച്ചോറിൽ നിന്ന് ശകലമാട്ട കഴിച്ചു. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചട്ടിച്ചോറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇനി അടുത്ത് വരുമ്പോൾ ഇവിടെ തന്നെ കയറിയിട്ട് കല്യാണ ബിരിയാണി കഴിക്കണേ. യൂട്യൂബിൽ കണ്ടില്ലായിരുന്നു. അതിലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. ബില്ല് അവിടെ അടിക്കും. എൻ്റെ മറ്റേ വസ്ത്ര ചാർജ് ചെയ്യട്ടേക്കിന്. ഒന്നിനും ചാർജില്ല. ഓ വയറ് നിറങ്ങുന്ന ഞാൻ തളർന്നു പോയി. ഇനി കിടന്ന് ഉറങ്ങണം. വയറ് നിറഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റണില്ല. വയറ് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ല. എങ്കിലും ഒരു 5 മണിയാകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ, മണി 5 ഇനി ഒരു ചായ ഇവിടെ കുടിച്ചില്ലെങ്കിലേ സമാധാനം കിട്ടൂല. 6 മണിയായിട്ട് ചായ കുടിക്കാം. അയ്യോ, ഉച്ചഭക്ഷണവും കഴിഞ്ഞിട്ട് ദേ നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക്. വന്ന അതേ വഴി തന്നെ കേട്ടോ പോകുന്നത്. ഞങ്ങൾ ആർത്തങ്കൽ ചർച്ചിൻ്റെ അതുവഴിയാണ് പോയത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ചർച്ചിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. പെട്ടെന്ന് തന്നെ മരണ വീട്ടിലെത്താമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ തിരിച്ചതുവഴിയായിരിക്കും പോകുന്നത്. നല്ല റോഡായിരുന്നു കേട്ടോ. എറണാകുളത്ത് നിന്ന് മെയിൻ റോഡ് ടച്ച് ചെയ്ത് ചേർത്തലയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലൊരു ഷോർട്ട് കട്ട് കയറിയാണ് പോയത്. കുറച്ച് വളവും തിരിവും കുഞ്ഞു റോഡാണെന്നേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എറണാകുളമൊക്കെ എത്തി. തിരിച്ച് നമ്മൾ വലിയ റോഡ് തിരക്കൊന്നും ഇല്ലാണ്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ആർത്തങ്കൽ ചർച്ചിൻ്റെ ആ ഒരു റൂട്ട് മാപ്പ് തന്നെയാണ് ഇട്ടത്. നേരെ ആലപ്പുഴ ചെന്നിറങ്ങുന്ന ആ ഒരു മാപ്പ് ഇട്ടപ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആ വഴി തന്നെ പോകാനും പറ്റി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ആർത്തങ്കൽ ചർച്ച് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി. നെക്സ്റ്റ് ടൈം ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആർത്തങ്കൽ ചർച്ചിൽ വരണമെന്നുണ്ട്. കയറാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വൈകിട്ട് നമുക്ക് തിരിച്ചങ്ങ് വീടെത്തണ്ടേ, അതുകൊണ്ട് ഇറങ്ങി വീഡിയോ എടുത്ത് അങ്ങനെ നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ആർത്തങ്കൽ ചർച്ച് കാണുന്നത്. ഇപ്പോൾ എറണാകുളത്ത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് വീടെത്തിയാനേ. പിന്നെ മരണ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴും 3 മണിയായിട്ടോ. അവിടെ നിന്ന് പിന്നെ ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എറണാകുളം. അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു, പിന്നെ തിരിച്ച് വരുന്നു. അതിൻ്റെ ഒരു ഇതുണ്ട്. ഈ എറണാകുളം പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വീടെത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവഴി പോകുമ്പോഴല്ലേ നമുക്ക് അതിനടുത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ഫുഡായാലും മറ്റുള്ള കാര്യമായാലും. ഇത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് വരും. എന്തായാലും നമ്മളതൊരു പെട്രോൾ അടിച്ച് പോവുകയല്ലേ. അതുകൊണ്ടാണ്. അല്ലാണ്ട് എറണാകുളത്തൊന്നും അങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് നമ്മൾ പോവേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കയറി കഴിച്ചിട്ടൊക്കെ വന്നത്. അങ്ങോട്ട് പോയപ്പോഴും കുറച്ച് ദൂരം ഞാൻ കാർ ഓടിച്ചു, ഇങ്ങോട്ട് വന്നപ്പോഴും കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു കേട്ടോ. സാധാരണ ഏട്ടൻ നമ്മൾ ഡൽഹി വരെ പോയിട്ടും ഏട്ടൻ എനിക്കൊരു ശകലം പോലും കാർ ഓടിക്കാൻ തന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതിനോട്. ഏട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാനായിട്ടും. അതുകൊണ്ട് പിന്നെ അങ്ങനെ തരാറില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സർജറിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ദൂരം മാത്രം ഓടിക്കാനായിട്ട് തന്നത് കേട്ടോ. ആ ഒരു 6-7 മണിയൊക്കെ ആവും. സത്യം പറഞ്ഞാൽ വയറിലുള്ള ഒരു ശകലം പോലും സ്ഥലമില്ല. കഴിച്ചത് ഇതുവരെയും ഡൈജസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു കട്ടൻ ചായ കുടിക്കാമെന്നുള്ള രീതിയിൽ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ കാറ് ഒതുക്കുകയാണ് കേട്ടോ. ചായ വേണ്ട, കട്ടൻ ചായ കുടിക്കാമെന്ന് കരുതി. കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ കിട്ടില്ലേ, അതുകൊണ്ടൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് കരുതി. കുറച്ച് ദൂരം ഓടിച്ചപ്പോൾ കാലൊന്നും അനങ്ങണില്ല. ഉച്ചയ്ക്ക് കഴിച്ചത് ഇതുവരെ ദഹിച്ചില്ല. കട്ടൻ ചായ 4 മണിയായി. എന്തോന്നൂടെ ചായ ഉണ്ടോ? കട്ടൻ ചായ ചായ വേണോ കട്ടൻ ചായ?
സ്നാക്സ് ഒക്കെ ഉണ്ട്, വയറിന് സ്ഥലവും ഇല്ല. അവർക്ക് വിഷമമായാലോ. വടയും ചമ്മന്തിയൊക്കെ ഉണ്ട്. എന്താ ചൂടോടെ ഉണ്ടാക്കണേ? അത് മുളക് ബജിയോ? അതെന്താണ് ഇത്? വാഴക്കപ്പോ? അവർക്ക് വിഷമായല്ലോ, അതുകൊണ്ട് വാഴക്കപ്പോ എടുത്ത്. ചൂട് വാഴക്കപ്പോ. നിങ്ങളെന്താ ഉമ്മയും മക്കളുമാരാ? ഇവിടെയാണോ താമസം? മക്കൾ ആക്റ്റീവായിട്ട് നിക്കണല്ലോ. വൈകിട്ടാ കടയുള്ളത്? അത് രാവിലെ. ആണോ? ഇത് ചായക്കടയായിട്ടല്ലേ? നല്ല വാഴക്കപ്പം. കടയുടെ പേരെന്താ? ഇവിടെയാണോ? അത് നേരത്തെ ഉള്ളതാ അല്ലേ? ഓക്കെ. അപ്പോൾ ചൂടോടെ ഇടണ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. ഒറ്റയുടെ വേറെ സ്ഥലമല്ല, പക്ഷെ നല്ലത്. ഇങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം. ആയിട്ടുണ്ടാ? അന്തസ് ചായക്കട്ടി സൂപ്പർ കട്ട ചായ. ഇത് ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുമ്പോൾ ആലപ്പുഴ കഴിഞ്ഞിട്ടില്ലേ, ബൈപ്പാസ് കളർക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ എമ്മി സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കട കേട്ടോ. അവരിന്ന് ഈ ഒരു ചായ സെറ്റപ്പ് ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അവർക്ക് കുഞ്ഞു ഹോട്ടൽ പോലെ ഉണ്ടായിരുന്നു, അത് അങ്ങോട്ടേക്ക് മാറി ഇപ്പൊ അവരൊരു കുഞ്ഞു ചായ കട പോലെയൊക്കെ ആ കട ഇരുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവഴി പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ ഒരു സംരംഭത്തെ ചൂട് സപ്പോർട്ട് ചെയ്യുക. കാരണം പഴംപൊരിയും എല്ലാ സാധനങ്ങളും ഇപ്പോഴും ലൈവായിട്ട് 7 മണി കഴിയും, 7:30 ആവും. ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുറേ ദിവസമായിട്ട് വരണം ഇതുവഴി പോകുമ്പോൾ കയറണം എന്ന് ആഗ്രഹിക്കുന്നു. 2 കടയുണ്ട്, ഇതിലേതാണ് ഒറിജിനൽ ഓൾഡ് ഷോപ്പെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു പഴമ പോലെ നിൽക്കുന്ന കടയിൽ കയറാന്ന് കരുതി. ഏട്ടാ സമയം 10 മണിയായി. ആൾക്കാർ പിടിച്ചൊന്ന് കിടന്നാൽ പൊറോട്ട അടിക്കണം. എന്താ ഉള്ളേ? മട്ടനൊക്കെ ഉണ്ടോ? മട്ടൻ കറി, മട്ടൻ റോസ്റ്റ്, മട്ടൻ ലിവർ, മട്ടൻ കുടൽ, മട്ടൻ സൂപ്പ്, മട്ടൻ ബിരിയാണി. വേറെ അതിന്റെ കൂടെ കഴിക്കാൻ അപ്പം, ദോശ, പൊറോട്ട, ഒറോട്ടി, ചപ്പാത്തി, പിന്നെ ബിരിയാണി ഉണ്ട്. മട്ടൻ ബിരിയാണി. ബിരിയാണി വേണ്ട, ഉച്ചക്ക് തിന്നത് ദഹിച്ചില്ല. ഒറട്ടിയും മട്ടക്കറി പറയട്ടെ. ഇതാ അവരുടെ കിച്ചണാ. എത്ര മണി വരെ ചേട്ടാ കട? ഇവിടെ എത്ര മണി വരെ കടയുണ്ട്? 3 മണി വരെ. തിരക്കുണ്ടാവും?
നമ്മളിരുന്ന സീറ്റ് നമ്മളിരുന്ന സീറ്റിൽ അവർ കയറി കയറി. ഇവര് തന്നെയാണ് അപ്പുറത്തൊരെണ്ണം വലിയ ഷോപ്പുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. ഇവരെനിക്ക് തോന്നുന്നു ഒരുമിച്ച് നടത്തിക്കൊണ്ട് വന്നിട്ട് ഇപ്പം സെപ്പറേറ്റ് ആയതായിരിക്കും. അല്ല ഞാൻ പറഞ്ഞത് രണ്ടുപേരും കൂടെ അടുത്തടുത്തൊരേ കട. നമ്മ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ ഉറപ്പി, നല്ല ഉറപ്പി. ഇനി മട്ടൻ കറി, ഒറട്ടി, ലിവർ ഫ്രൈ അല്ല റോസ്റ്റ്. അത് ലിവർ കൊള്ളാം, പക്ഷെ ചൂടായതുകൊണ്ട് ചൂട്. മുസ്ലിംസ് മട്ടൻ കറി വെക്കുന്നതിന് പ്രത്യേകം ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്. ലിവർ എനിക്ക് അത്ര താല്പര്യമില്ല. എന്തായാലും ആലങ്കൂട്ടത്തെ മട്ടൻ കറിയും കഴിക്കാൻ പറ്റി. അടിപൊളി കേട്ടോ, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. 3 മണിവരെ ഇവിടെ കടയുണ്ട് കേട്ടോ. രാവിലെ എത്ര മണിക്ക് തുറക്കും? മട്ടനൊക്കെ ആവും. 7:15 തുറക്കും. രാത്രി വെളുപ്പിന് 3 മണിവരെ കടയും ഉണ്ടാവും. എന്നാലും സംഭവം കൊള്ളാം. ചേട്ടാ കുറച്ച് ഗ്രേവി തരും ഇതിൻ്റെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയുകയാണ്. കുറേ പുതിയ ടേസ്റ്റുകളൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.